അതുകൊണ്ട് ആന നിൽക്കുന്നുണ്ടോ? ഈ സ്ഥലത്താട്ടോ ഞാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ്ട് കേട്ടോ, ഇതാണ് നമ്മുടെ ഫോൺ. ഓ, ഇവിടുത്തെ ബസ്സുകാരൊക്കെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇടുന്നുണ്ടോ? ഫോഴ്സിന് ട്രാവലർ കേട്ടോ, ഫുൾ കത്തി നശിച്ചാന്ന് തോന്നുന്നു. ഫേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള തമിഴ്നാട്ടിലുള്ള പേരയ്യൂർ എന്ന് പറഞ്ഞ ഏതൊരു സ്ഥലത്താട്ടോ. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് ചെന്നൈയിലോട്ട് പോവാണ്. അപ്പോൾ ചെന്നൈയിൽ എന്തോ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് പോകുന്ന വഴിയെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6:20 അപ്പോൾ നമ്മളിപ്പം ആൾറെഡി ഇന്നലെ രാത്രിയിൽ ഒരു 12:30 ആയപ്പോഴേ റൈഡും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 152 കിലോമീറ്റർ കവർ ചെയ്ത് കേട്ടോ. അതുകൊണ്ട് 152 നമ്മൾ ഫുൾ ടാങ്ക് ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ ഏകദേശം 4 കട്ടയുണ്ട് ബാക്കി. അതുകൊണ്ട് നമ്മുടെ ബൈക്ക് ചെറുക്കാൻ ഫുൾ ലോഡാട്ടോ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിൽ. അതെല്ലാം നമുക്ക് എവിടെയെങ്കിലും സ്ഥലത്ത് നിർത്തിയിട്ട് കാണിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് 500 കിലോമീറ്റർ കൊണ്ടു. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം പോകാം. അപ്പോൾ നമ്മളിന്ന് വന്ന റൂട്ടെന്ന് വെച്ചാൽ ആദ്യം കൊട്ടാരക്കര നമ്മൾ നേരെ പുല്ലൂർ വന്ന് പുല്ലൂരിൽ നിന്ന് തെങ്കാശി ആ റൂട്ട് പിടിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മധുര വഴിയാണ് പോകുന്നത്, ദിണ്ടിഗൽ ആ റൂട്ടാണ് പോകുന്നത്. മിക്കവാറും ബാംഗ്ലൂർ പോകുന്ന സെയിം റൂട്ട് തന്നെയാണെന്ന് തോന്നുന്നത്. നമ്മളന്ന് ബാംഗ്ലൂർ സിറ്റി അണ്ടറിൽ പോയ ദിണ്ടിഗൽ റൂട്ടാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കയറി കാണുക തീർച്ചയായിട്ടും സൊമാറ്റോയുടെ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെന്നൈയോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ ഇവിടെയാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്ന് R15 ആണ്. അതുകൊണ്ട് നമുക്ക് ടപ്പനെ കിലോമീറ്ററെല്ലാം കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് നമ്മൾ സ്ഥലമൊക്കെ കവർ ചെയ്യുന്നത്. അടിപൊളിയായിട്ടോ. എല്ലാം പാടത്തെല്ലാം എന്തൊക്കെയോ ഉഴുതൊക്കെ ഇട്ടേക്കും കേട്ടോ. അപ്പം ഇത്രയും നേരം ഏകദേശം ഇനിയിപ്പോൾ എനിക്ക് നാളെ ഒരു 200 കിലോമീറ്റർ വരെ ഏകദേശം ഇവിടെ 6 വരി പാതയുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. അപ്പം കുറച്ച് നല്ല റോഡ്, കുറച്ച് ഇടയ്ക്ക് കുറച്ച് പൊളിഞ്ഞ റോഡും കാര്യങ്ങളും, അങ്ങനത്തെ ഒരു മിക്സഡ് കണ്ടീഷൻ. എന്നാൽ അത്ര മോശം കണ്ടീഷൻ അല്ലാത്ത റോഡുകളാട്ടോ. ഇടയ്ക്ക് ഇച്ചിരി പാച്ച് വർക്കൊക്കെ ഉള്ള റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് കിട്ടിലും 6 വരി പാതയാണെന്ന് തോന്നുന്നു വരാൻ പോകുന്നത്. ഇതാ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു. അപ്പോൾ എന്താ ഏകദേശം നമുക്കൊരു 200 കിലോമീറ്റർ ആയി. ഇപ്പോൾ ഇനി തൊട്ട് നല്ല റോഡാണെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാ നമുക്കൊരാളൊഴിഞ്ഞൊരു സ്ഥലം കിട്ടി കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ പുതിയ റോഡ് പണിയുടെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു ഇവരൊക്കെ ഫുൾ എന്താ പറയുന്നത് വിജനമായ പ്രദേശം കേട്ടോ. നമുക്കിപ്പോൾ ഒന്നും കണ്ടാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ നമ്മുടെ വണ്ടി താണ്ട് ഫുൾ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ചെറുക്കൻ ബാക്കിൽ നമ്മൾ ആൾറെഡി നമ്മുടെ വലിയ ലഗേജ് ബാഗ് വെച്ച് കെട്ടിയിട്ടുണ്ട്, ബങ്കി കോഡ് വെച്ച്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നമ്മൾ റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്ത് നനയാതിരിക്കാൻ. അതുകൊണ്ട് അതിവിടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, കണക്ട് ചെയ്തെങ്കിൽ. പിന്നെ അതാണ്ട് കുറച്ച് ഐറ്റംസ് നമ്മൾ ടോപ്പ് ബോക്സിൽ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ടാങ്ക് ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൊബൈലും ചാർജറെല്ലാം കണക്ട് ചെയ്ത് ഫുൾ സെറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടി സെറ്റപ്പ് എല്ലാം കാര്യങ്ങളെല്ലാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളൊരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡറി ഫോൺ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ പുതിയ ഫോൺ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചത് ഏത് ഫോണാണ് നമ്മൾ എടുത്തതെന്നുള്ളത്. എന്നിട്ട് നമുക്ക് വേഗം വിടാം കേട്ടോ. നമ്മളെന്തെങ്കിലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി സാധനമായിരിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഫോണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ഫോണായിട്ട് ഭയങ്കര ഫണ്ണായിട്ടുള്ള ഫോണാണ് ടട്ടടാൻ ഗൈസ്. അപ്പോൾ ഇതാണ്ട് കേട്ടോ, ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഇത് നമ്മുടെ നത്തിങ് 2A ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പം ഗൈസ്, അപ്പോൾ എന്താ നമ്മുടെ ആയിരിക്കുന്ന ഈ ഒരു കളറും വെറൈറ്റി ആണ്. അപ്പോൾ ഇത് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് അടിച്ച ഫോൺ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതതിൻ്റെ ഒരു ബ്ലൂ കളർ വെർഷൻ കേട്ടോ. അപ്പോൾ നത്തിങ് ഫോൺ വന്നുകൊണ്ടിരുന്ന വൈറ്റും ബ്ലാക്കിലും ആയിരുന്നു. അപ്പോൾ ഇത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അതിനകത്തൊരു റെഡ് ബട്ടണും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു MKBHD ഒരു സ്റ്റൈലിൽ ഒരു ഡിസൈനുള്ള ഫോൺ കേട്ടോ. ഒരു വെറൈറ്റി ഫോണത്തെ കിട്ടില്ല ഫോണാണ്. അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഏത് സാധനം നമ്മൾ എടുത്താലും വെറൈറ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ഈ കളർ ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ ഫോൺ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് ഒരു ബ്ലൂ കളർ എഡിഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നത്തിങ് ഫോൺ 2A ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇനി തൊട്ട് ഈ ഫോണായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സെക്കൻഡറി ഫോണായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സാധനം ഓർഡർ ചെയ്ത്. ഇതിന് ഏകദേശം നമുക്ക് 24 രൂപ സംതിങ് ആയി. അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് 24 രൂപയ്ക്ക് തന്നെ കിട്ടത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് കാർഡും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഞാൻ ഫോൺ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഫുൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. ഇപ്പം ഞാൻ ഫുൾ റിവ്യൂവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. വളരെ കിട്ടില്ലെന്ന് വെച്ചാൽ കിട്ടില്ല. നമുക്ക് ഭയങ്കര നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ ഈ റൂട്ടേ വരുന്നവർ നോക്കി വെച്ചോ. ഇതാണ്ട് അപ്പോൾ നമ്മളിപ്പോൾ NH744 നിന്ന് അവിടുന്ന് നേരെ താണ്ട് ഇപ്പോൾ നമ്മൾ NH44 കയറും കേട്ടോ. അപ്പോൾ ഇനി കറക്റ്റ് ഇപ്പോൾ 206 കിലോമീറ്റർ ആയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു പന്ന റോഡൊക്കെ മാറി നമ്മുടെ ആ മെയിൻ കിടില ഹൈവേ വന്നു കേട്ടോ. ഇനി അങ്ങോട്ട് ഒറ്റ പൊളക്കലായിരിക്കും, ഇന്നത്തെ ഒറ്റ പൊളിയായിരിക്കും കേട്ടോ, കിടില റോഡായിരിക്കും. ഏകദേശം 7:30 കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ടോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടോൾ എത്തുന്നതിന് തൊട്ട് ഞാൻ തിരിഞ്ഞ് ഇവിടെ ഒരു ശരവണ ഭവൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പ് ഇപ്പോൾ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫുഡ് കിട്ടണമെന്നില്ല, ചിലപ്പോൾ കട കാണത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കയറി കഴിച്ചിട്ട് നമുക്ക് വേഗം പോകാം. മസാല ദോശ കിടിലാട്ടോ. അതിനകത്ത് എത്ര ചമ്മന്തിയാണ് നോക്കിയാൽ. ഇവിടെ ഒരു കറി ഇതെന്താണെന്ന് അറിയത്തില്ല, പക്ഷേ കിടിലാണ്. പിന്നെ വെള്ള ചമ്മന്തി, ചോമ്പ്, പച്ച, പിന്നെ കേസരി ഉണ്ട് കേട്ടോ, മധുരമുള്ളത്, സാമ്പാർ, മസാല ദോശ. കിടിലം ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രണ്ടാമത്തെ ടോൾ പ്ലാസ എത്തിയിട്ടോ. ഇത് നമ്മൾ ഇത്രയും നേരമായിട്ട് 222 കിലോമീറ്റർ ഓടി തന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടോൾ പ്ലാസ, ശ്രീ ബാലാജി ടോൾവേസ് മധുരൈ. അടിപൊളി. അടിപൊളിയായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് തെങ്ങും തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. കിട്ടില്ല റോഡാണ് കേട്ടോ. ഓ, ഇവിടുത്തെ ബസ്സുകാരൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ ഇടുന്നുണ്ടോ. ഇത് നമ്മുടെ തമിഴ്നാടിൻ്റെ KSRTC പോലത്തെ വണ്ടിയാണ്. അവർ കറക്റ്റായിട്ടാണ് ഇൻഡിക്കേറ്റർ ഇട്ടുണ്ട്, റൈറ്റ് ഇൻഡിക്കേറ്റർ കാണിച്ചു. അവിടെ റോഡിൽ റെഫ്ലക്ഷൻ ഉണ്ടായിരുന്നു, അത് പെർഫെക്റ്റ് ആട്ടോ. നമ്മുടെ നാട്ടിൽ ഇത്രയും ഇതൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഇങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷേ ഈ ഡ്രൈവർ എന്തായാലും പൊളിയാണ്. ലെഫ്റ്റ് സൈഡിൽ എന്ത് എയർപോർട്ട് വല്ലതാണ്, വലിയ ഫെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നു കേട്ടോ. എയർപോർട്ടാണ്, അതുകൊണ്ട് അവിടെ ദൂരെ എന്തോ സംഭവം കാണുന്നു കേട്ടോ. ഈ തോന്നുന്നു എയർപോർട്ടാണെന്ന് തോന്നുന്നു, നോക്കട്ടെ മാപ്പിൽ നോക്കി അറിയാം. പ്രൈവറ്റ് അതാണ്ട് മധുര എയർപോർട്ട്. എൻ്റെ മോനെ മധുര എയർപോർട്ട് ആട്ടോ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്, എയർപോർട്ട് തന്നെ പൊളി. ഞാൻ ഇപ്പം മധുര എത്തിയാട്ടോ. അപ്പോൾ കിടിലം കാഴ്ചകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിവിടെ വണ്ടി എത്തിയത്. ഇത് കണ്ടോ എൻ്റെ മോനെ നോക്കുക, ഗ്രാനൈറ്റ് ആണെങ്കിൽ ഇഷ്ടം പോലെ പൈസ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും മല ഫുൾ പാറ കേട്ടോ. ഈ പാറ മാത്രമേ ഉള്ളൂ ഈ മല. എൻ്റെ ഹൈറ്റ് നോക്കി, ഇത്രയും ദൂരെ, എത്ര ദൂരെ നമുക്കിത് കാണാമെന്നറിയും. മധുര ഏകദേശം ജംഗ്ഷനിലേക്ക് മധുര തിരിക്കുന്നൊരു വാളായിട്ടാണ് ഇത് കണക്കൂട്ടുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം.
അടിപൊളി കാഴ്ച കേട്ടോ. ഇത് ഫുൾ പാറയാണ്, പാറ ഇത്രയും ഹൈറ്റിൽ പാറ ഇരിക്കുവാണ്. എനിക്ക് ഈ പാറയ്ക്ക് അപ്പുറം മധുര ടൗൺ ആണ് കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് പോകാൻ സ്ട്രെയിറ്റ് ആണ്. എനിക്കിതാ നേരെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കിട്ടില്ല കാഴ്ചകളൊക്കെ കണ്ട് വേഗം പോകാം. സമയം ഇപ്പം 10:40 കേട്ടോ. അപ്പോൾ നമ്മൾ ആൾറെഡി നല്ല ടയേർഡായി. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ഉറക്കക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടും വണ്ടി ഓടിക്കാൻ വേണ്ട, കണ്ണ് തുറക്കാൻ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഞാൻ വെച്ച് 2 മണിയാക്കണം. 2 മണിയുടെ ചൂടാട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ സമ്മതിക്കണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കാണിക്കാം. അപ്പോൾ ഈ സ്ഥലത്താട്ടോ ഞാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ ഒരു മനുഷ്യനല്ലോ. ഇതേലെ ഓപ്പോസിറ്റ് ഒരു ബസ് സ്റ്റാൻഡ് എടുക്കുന്നുണ്ടോ. ഇത് നമ്മുടെ ഹൈവേ ആണ്. നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിട്ട് നമ്മളിവിടെ ഉറങ്ങിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെ അമ്പലത്തിലെ പാട്ടം കണ്ട. അപ്പോൾ അവിടെ അമ്പലം അങ്ങോട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തുണിയൊക്കെ വിരിച്ചാൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ നമുക്ക് കണ്ണൊട്ടും തുറക്കാൻ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര ക്ഷീണമായിരുന്നു. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും നമുക്ക് എന്തായാലും എന്താണ് നമുക്കിനി നമ്മുടെ മദ്രാസിലെ ട്രാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് 344 കിലോമീറ്റർ. നമ്മൾ ടോട്ടൽ തന്നെ 331 കിലോമീറ്റർ ഓടി. അപ്പോൾ നമുക്ക് ഇനി ചെന്നൈയിലോട്ട് ഏകദേശം 350 കറക്റ്റ് പാതിയെ നമ്മൾ ഇത്ര നേരത്തെ കവറായുള്ളൂ. ഏകദേശം ഒരു വൈകിട്ട് 4-5 മണിയാകുമ്പോൾ എത്തുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം. അപ്പോൾ ഈ പോകുന്ന റൂട്ടിലെല്ലാം എന്തായാലും വിജനമായ പ്രദേശമായിട്ടോ. അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അധികം വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും മദ്രാസ് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം. പോകുന്ന വഴി കണ്ടൊരു കാഴ്ച കേട്ടോ. ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു നദിയാണ് കേട്ടോ. ഏത് നദിയാണെന്നറിയോ? അപ്പോൾ നിങ്ങൾ കാവേരി നദി കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കാവേരി നദി. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നദിയാണെന്ന് ഒരിക്കലും കണ്ടാൽ പറയത്തില്ല. ഇവിടെ ഈ പാലത്തിൻ്റെ ആവശ്യം പോലും സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. ഇവിടെ എല്ലാം മരുഭൂമി പോലെ കിടക്കുവാണ്. നദിയാന്ന് പോലും സത്യം പറഞ്ഞാൽ കണ്ടാൽ പറയത്തില്ല. ഇവിടെ ഈ പാലത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. ഇവിടെ കുറച്ച് ചെറിയ മാത്രമേ കുറച്ച് വെള്ളവും കാര്യങ്ങളെല്ലാം കെട്ടിക്കിടപ്പുള്ളൂ. അപ്പോൾ ഈ പാലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു 304 കിലോമീറ്റർ കൊണ്ട് ഈ റോഡ് തന്നെ സ്ട്രൈറ്റ് പോകാനുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മരം കണ്ടോ? ഒരു വെറൈറ്റി മരം കേട്ടോ. കിട്ടില്ല, നല്ല വൈബ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മരം കണ്ടോ. ഈ ഏരിയ ഫുള്ള് അങ്ങനത്തെ മരം വെച്ച് പിടിപ്പിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആട്ടോ, ഫോറസ്റ്റിൻ്റെ ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കണ്ട ഹൈവേ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഉള്ളിലോട്ടൊന്ന് കയറി പോകട്ടെ. നമുക്ക് എന്തോന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. ഒരേ ഹൈറ്റിലൊരു കിട്ടുന്നൊരു യൂറോപ്യൻ വൈബ് കേട്ടോ. യൂറോപ്യൻ വൈബാണ് ഇവിടെ മൊത്തം പറ്റി പറഞ്ഞാൽ. ഈ മരം നമ്മൾ വേറെ എങ്ങനെയും വിളിച്ചിട്ട് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തോ ആനയുടെ പടമൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആനയ്ക്ക് എന്തോ ഒരു ചൂട്, അപാര ചൂടാണ് കേട്ടോ. നല്ല ചൂടാണ്. ഇതിലെ റൂട്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ വണ്ടി ഏകദേശം പെട്രോൾ തീരാറായി കേട്ടോ. റിസർവിലായപ്പോൾ ഏകദേശം 37 കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എത്ര നേരം ഒരു ഷെല്ലിൻ്റെ പമ്പ് കിട്ടുമോ നോക്കിക്കൊണ്ടിരുന്നിട്ട്. അപ്പോൾ ആ ഷെല്ല് നമുക്ക് അപ്പോൾ കേരളത്തിൽ അങ്ങനെ കാണാൻ പറ്റത്തില്ല.
പക്ഷെ ഷെല്ല് കിട്ടിയില്ല കേട്ടോ. നയാരയുടെ ഒരു പമ്പ നമുക്ക് നോക്കട്ടെ ഇപ്പോൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയിരുന്നു. വണ്ടി 406 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ടോട്ടൽ 406 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഓടുമല്ലോ. നമ്മുടെ എന്തായാലും 1 ലിറ്റർ പെട്രോൾ ഇപ്പം നമുക്ക് എന്തായാലും കുറച്ചുകൂടെ പോയി നോക്കാം. ഷെല്ലും എല്ലാം കാണുവാണെങ്കിൽ ഷെല്ലിൽ നിന്ന് തന്നെ അടിക്കാം കേട്ടോ. ഇവിടെ നിന്ന് അടിക്കണം. നമുക്ക് മാപ്പിൽ നോക്കട്ടെ. മെയിൻ റോട്ടിൽ വേറെ പമ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്തെങ്ങാനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നേരെ ഷെല്ല് കാണാൻ കഴിയില്ല. ഒരു ഷെല്ല് കണ്ടു കേട്ടോ. പക്ഷെ അതൊക്കെ ഒരു ഒറ്റ എണ്ണം ഉള്ളായിരുന്നു. ഇല്ല, അങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല. ഇവിടെ കയറി അടിച്ചാലോ. നായരുടെ പമ്പർ എന്തായാലും നമുക്കെന്തായാലും നായരുടെ പെട്രോൾ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം റിലയൻസ് നായരൊക്കെ നല്ല മൈലേജ് കിട്ടുന്ന, നായർ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന പമ്പാണ് കേട്ടോ, പെട്രോളാണ്. കാണുന്ന കുന്നുണ്ട്. നമ്മൾ കുറേ ദൂരം കൊണ്ടേ കണ്ടോണ്ടിരിക്കുക കേട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടുണ്ടാക്കിയ കുന്നു പോലെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്പം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുക കേട്ടോ. കൊള്ളാം എന്തായാലും ഫുൾ. അതിനകത്തെല്ലാം കുറച്ച് പോച്ച സംഭവങ്ങളാണ് നിൽക്കുന്നത്. പക്ഷേ എല്ലാം ഇപ്പം കരിഞ്ഞിരിക്കുകയാണ് ചൂട് കാരണം. പോച്ച അല്ല കേട്ടോ, സൂം ചെയ്ത് നോക്കിയാൽ മരങ്ങളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് എത്ര ദൂരത്തുനിന്ന് കാണുന്നുണ്ടോ കേട്ടോ. അടിപൊളി. ഇതൊക്കെ എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. കൃഷിയൊക്കെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഒന്ന് കിളിക്കുന്ന സമയമൊന്നുമല്ല. മരങ്ങളൊക്കെ വേണ്ട ഇലയെല്ലാം പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്തോ എനിക്കൊന്ന് കോൺ കൃഷിയൊക്കെയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ട്രിപ്പിന് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യത്തിൽ വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ ഡീഹൈഡ്രേഷൻ കൂടുതൽ. ഭയങ്കര ചൂടാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 44-45 ഡിഗ്രി ചൂടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കണം. മടിക്കരുത്, വണ്ടി നിർത്താൻ മടിക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്യാനായിട്ടോ എൻ്റെ പ്ലാൻ. അപ്പോൾ അത് നിങ്ങൾക്കൊരു ടിപ്പായിരിക്കും. അതായത് ഇങ്ങനെ ലോങ് പോകുന്നവർക്ക് ലഞ്ച് കഴിക്കാതിരിക്കുന്നതിന് ബെറ്റർ. കാരണം ഇനിയിപ്പോൾ നമ്മൾ കഴിച്ചിട്ട് സ്ക്രാമ്പിളായിട്ടിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഏകദേശം 3 മണിക്കൂറും കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക് ഇവിടുന്ന് ഏകദേശം ചെന്നൈയിലോട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സും പിന്നെ ഏതെങ്കിലും ഒരു എനർജി കിട്ടുന്ന ഏതെങ്കിലും ചോക്ലേറ്റോ 5 സ്റ്റാർ എന്തെങ്കിലും ഒരു കാര്യം കഴിക്കും കേട്ടോ. നമ്മുടെ ഒരു കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ യാത്ര ഉണ്ട് സൊമാറ്റോയിൽ. നമ്മൾ CT100 ബാംഗ്ലൂർ പോയപ്പം അത് കുറച്ചൊക്കെ സെയിം റൂട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച കുറേ നമ്മുടെ എക്സ്പീരിയൻസും പാഠങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ടിപ്പ് ഞാൻ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നിട്ടുണ്ട്. അപ്പോൾ അധികം ലഞ്ച് ഹെവി ഫുഡ് കഴിക്കാതിരിക്കുന്നതിന് ബെറ്റർ. അപ്പോൾ നാട് നമ്മുടെ ചെറുക്കൻ ഇവിടെ ഉണ്ട്. ഇവിടെ കുഴിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ പോകുന്ന വഴിയെല്ലാം ഇതേപോലെ ഫുൾ വിജനമായ സ്ഥലങ്ങളാണ്. അപ്പോൾ അധികം നമുക്ക് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ല. അത് മാത്രമല്ല രാവിലെ നമ്മൾ തുടങ്ങിയ സമയത്ത് ഭയങ്കര ടയർഡായിരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെറുക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോൺ നമുക്ക് ചെറുതായിട്ട് നത്തിങ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് ഫുൾ എനിക്ക് നല്ല രീതിയിൽ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഭയങ്കര ടയർഡായിട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലോണം കാണിക്കാനൊന്നും പറ്റിയില്ല ഫോൺ. പക്ഷെ ഉറപ്പായിട്ട് അതിൻ്റെ ഫുൾ കിട്ടിയ റിവ്യൂ ആയിരുന്നു. ഏകദേശം 2 മണിക്കൂറും വേണ്ട അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിന്ന് എടുക്കാൻ നമുക്ക് എന്തായാലും പോകാം കേട്ടോ. സ്റ്റാൻഡേർഡ് ഫോഴ്സിൻ്റെ ട്രാവലർ കേട്ടോ. ഫുൾ കത്തി നശിച്ചാൻ തോന്നുന്നു. ചേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫുൾ മെറ്റൽ ചേസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പോയി കേട്ടോ. ഇരുമ്പ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവിടെ കണ്ട് കിടന്ന് തീ പിടിച്ച് തന്നെയുണ്ടോ ഫുൾ തുരുമ്പിച്ച് കേട്ടോ. കുറേ നാളാണ് ഫോഴ്സിൻ്റെ ട്രാവലർ കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും അപകടങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിക്കാനായിട്ടല്ലോ
ഇവിടെ ആരുമില്ല നമ്മൾ ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളും. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയപ്പോൾ എന്ത് അത് മാത്രം കൊട്ട വെയിൽ നിൽക്കുക ഒരു തണൽ വരിക. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ചെറിയ ചെറിയ മരങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് വണ്ടിയൊക്കെ അത്യാവശ്യം നമുക്ക് ഭാഗ്യം പോലെ ഇല്ല. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല വണ്ടിയുടെ കാര്യം. പിന്നെ അങ്ങ് എത്തിയ പൊളി അത്രേ ഉള്ളൂ. കഴിച്ചപ്പോൾ നമ്മൾ ഇത്ര നേരം നല്ലൊരു വൈബുള്ളൊരു കട, വൈബല്ല നല്ലൊരു ജ്യൂസ് കട നോക്കി നടന്ന കേട്ടോ. അപ്പോൾ ഇത്ര നേരം നമുക്ക് കടയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പ്ലാൻ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ കരിമ്പ് ജ്യൂസിൽ ഒതുക്കുവാണ്. വെള്ളം കുടിച്ചതിനപ്പോൾ തന്നെ എനിക്ക് നല്ല ഡീഹൈഡ്രേഷൻ മാറേണ്ടത്. നമുക്ക് രാവിലെ തുടങ്ങിയപ്പോൾ അല്ല, ഇപ്പം നമുക്ക് ചെന്നൈ എത്തുമ്പോൾ നമ്മുടെ എനർജി കൂടിയല്ലോ സത്യമായിട്ടാണ് കേട്ടോ. അപ്പം തുടങ്ങിയ സമയത്ത് നമ്മൾ ഭയങ്കര ഡെറ്റാണ്, 0% ഉള്ളത് നമ്മുടെ ചാർജും കാര്യങ്ങളെല്ലാം. നമ്മുടെ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ നമ്മുടെ ചാർജ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എനർജി കൂടി വരും. ഇപ്പം നമ്മൾ ചെന്നൈ ഇനി ഏകദേശം 200 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അതിന് നാളെ നമ്മൾ ട്രാക്ക് ഡേയും കാര്യങ്ങളൊക്കെയാണ്, ഫസ്റ്റ് ട്രാക്ക് ഡേയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ ഇയർ പ്ലഗ് മസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 95-100 കിലോമീറ്ററിലാണ് മിനിമം പോകുന്നത്. ഭയങ്കര കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. നമ്മൾ ചെവിക്ക് ഭയങ്കര കേൾവി കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് സ്ഥിരം റൈഡ് പോകുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ 3M ഇയർ പ്ലഗ് ആണ് ഇത്. നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിക്കുക ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും കേട്ടോ. ഇത്രയും മണിക്കൂർ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തലവേദനയും കാര്യങ്ങളൊക്കെ എടുക്കും, കാറ്റടിച്ച്. നമുക്ക് എന്തായാലും പോകാം. ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഞാൻ വിചാരിച്ചത്, പക്ഷെ കിടക്കാൻ വേറെ മാർഗമല്ല. ചെറിയ കാറ്റടിക്കുന്നു, എന്നാലും ഭയങ്കര ക്ഷീണം.
സമയം ഇപ്പം ഏകദേശം 4:40 കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ടീ ടൈം ആയപ്പോൾ ഒരു ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ക്ഷീണം തിരിച്ചു വന്നിട്ടുണ്ട്, ചെറുതായിട്ട് വീണ്ടും നമുക്ക് ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ട്രോങ് ചായ കുടിച്ച് ഒരു 77 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഇവിടുന്ന്. ഇനി മൊത്തത്തിൽ 1.5 മണിക്കൂർ കാണിക്കുന്നത്, മിക്കവാറും 6 മണിയാവും കേട്ടോ. അതുവരെ നമുക്ക് എങ്ങനെയല്ലോ ഒന്ന് ഉണർന്നിരിക്കണം. എന്തായാലും നമുക്ക് ഉദ്ദേശത്ര പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. നമ്മൾ അന്ന് സീറ്റ് കണ്ടിൽ ചെന്നപ്പോൾ ഏകദേശം ഇന്ന് രാത്രി 2 മണിക്ക് നമ്മൾ ചെന്നൈയിലെത്തും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. അന്ന് എനിക്ക് നല്ല അനുഭവമുള്ളത്. അത് ഉച്ചവും ഭയങ്കര പൊളിയാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ എന്താ നമുക്ക് ചെന്നൈ ചെന്നിട്ട് പറയാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ടയർഡ്, നമുക്ക് എന്താ ചായ കുടിക്കാം. നമ്മൾ ബാഗ് എന്തായാലും സെറ്റാണ് കേട്ടോ. ഒറ്റ കെട്ടേ കിട്ടിയുള്ളൂ, ഇതുവരെ ഇളവിയൊന്നുമില്ല. ബങ്കിക്കോടല്ല അതേപോലെ കറക്റ്റ് നിൽക്കും. പിന്നെ നമ്മളിവിടെ സൊമാറ്റോയുടെ 2 സ്റ്റിക്കർ വെച്ചിട്ട് നമ്മുടെ ഈ റെയിൻ കവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ മാത്രമേ ചെറുതായിട്ട്, വണ്ടി ഫുള്ള് അഴുക്കായി കേട്ടോ. ഇനി അവിടെ ചെന്നിട്ടൊരു വാഷ് ചെയ്തേ പറ്റും, എന്തായാലും ഒന്ന് കഴുകിയേ പറ്റും. ഫുള്ള് ചെളി കയറിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. ചെളി ഇഷ്ടംപോലെ പക്കികളെല്ലാം ചത്തിരിപ്പോണ് കേട്ടോ. ഞാൻ ചായ ഇവിടെ നമ്മളൊരു സാധനം എടുത്തിട്ടുണ്ട്, കിൻഡർ ജോയുടെ എന്തോ ഷോക്കോ ബോൺസ് ക്രിസ്പി എന്ന സാധനം കേട്ടോ. അപ്പോൾ എന്താ നമുക്കിത് രണ്ടും കൂടെ കുടിച്ചിട്ട് ചായയും കഴിക്കാം കേട്ടോ. സോറി, ഇതാ ഈ ടോഫി പോലത്തെ സാധനം കേട്ടോ. ഗൈസ്, അപ്പം എന്താണ് ഇതാണോ ഐറ്റം പൊളി കേട്ടോ. അകത്ത് മൊത്തം ചോക്ലേറ്റാണ്. അപ്പോൾ 3 എണ്ണം വേണം കേട്ടോ. സോറി, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പം എന്താണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്താ നേരെ നമ്മൾ ഫുഡും കഴിച്ച് കയറി കിടന്ന് ഉറങ്ങാൻ പോവാണ്. മൊത്തം നമ്മൾ ഏകദേശം 666 കിലോമീറ്റർ നമ്മൾ ഉറക്കം തൂങ്ങി ഓടിച്ചു കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് രാവിലെ ട്രാക്കിൽ കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല ടയർഡ്, നമുക്ക് രാവിലെ ഏകദേശം 6:30 അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നാളെ രാവിലെ ട്രാക്കിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്. Tomorrow.